നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് വൈശാഖെന്നാണ്. സ്മാർട്ട് വർക്ക്സ് എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ലഡാക്കിലേക്കുള്ള ഒരു പുതിയ ഹൈവേ പറ്റിയുള്ള ഇൻഫർമേഷനായിരുന്നു ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ ആർമി ആയിരുന്നു ആ ഒരു റോഡ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതിന് നിമു പദം ദർശ റോഡെന്നും അതിനെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്കാർ ഹൈവേ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം ആ ഒരു പദ്ധതിയെ പറ്റിയുള്ള ഇൻഫർമേഷൻ കണ്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കാണുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ. ഈ മുംബൈയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അതിബൃഹത്തായ ഒരു പദ്ധതിയെപ്പറ്റിയുള്ള ഇൻഫർമേഷനാണ്. നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇത്. ഈ പദ്ധതിയുടെ പേരാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, മുംബൈ നമ്മുടെ സാമ്പത്തിക തലസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ മുംബൈ നമ്മുടെ വ്യാപാരത്തിൻ്റെ തലസ്ഥാനവുമാണ്. അതേപോലെ വിനോദസഞ്ചാര മേഖലയുടെയും തലസ്ഥാനമാണ്. ഈ മുംബൈ, ഈ മെയിൻ മുംബൈ, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ താനെ ജില്ല, റൈഗഡ് ജില്ല, ഇവയുടെ ഭാഗങ്ങളായിട്ടുള്ള കുറച്ച് പ്രദേശങ്ങൾ, ഇവയെല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു വലിയ പ്രദേശമാണ് ഗ്രേറ്റർ മുംബൈ അഥവാ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ. ഈ മെയിൻ മുംബൈ സിറ്റിയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം 1.5 കോടിയാണ്. അതേസമയം ഈ ഗ്രേറ്റർ മുംബൈ അല്ലെങ്കിൽ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ മുഴുവനായിട്ട് എടുക്കുമ്പോൾ അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 2.5 കോടിയാണ്. 2.5 കോടി ജനങ്ങളാണ് ഈ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയനിൽ വസിക്കുന്നത്. ഈ മെയിൻ മുംബൈ സിറ്റിയും അതേപോലെ റായ്ഗഡ് ജില്ലയുടെയും താനെ ജില്ലയുടെയും കുറേ പ്രദേശങ്ങളും കൂടെ ചേർന്നാണ് ഈ ഗ്രേറ്റർ മുംബൈ റീജിയൻ അഥവാ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ എന്ന് അറിയപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ മുംബൈ സിറ്റി ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. വികസനത്തിൻ്റെ ഒരു കുതിപ്പ് തന്നെയാണ് മുംബൈയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുംബൈ സിറ്റി വികസിച്ച് സമീപത്തുള്ള ഈ റായ്ഗഡ് ജില്ലയിലേക്കും അതേപോലെ തന്നെ താനെ ജില്ലയിലേക്കുമെല്ലാം കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുംബൈക്ക് സമാനമായി, അല്ലെങ്കിൽ മുംബൈക്ക് ഒരു ഉപസിറ്റി എന്നോണം, അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് സിറ്റി എന്നോണം ഒരു പുതിയൊരു സിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണെന്നുള്ള ഒരു ചിന്ത സർക്കാരുകൾക്കിടയിൽ വരികയും അങ്ങനെ താനെ ജില്ലയിൽ നവി മുംബൈ എന്ന പേരിൽ പുതിയൊരു സിറ്റി നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ അവിടെ ഒരു സാറ്റലൈറ്റ് സിറ്റി പണിതു തുടങ്ങിയത്. അപ്പം ഇന്ന് ഈ നവി മുംബൈയും വികസന കുതിപ്പിലാണ്. അപ്പം ഈ മുംബൈ സിറ്റിയും അതേപോലെ തന്നെ മുംബൈയുടെ സാറ്റലൈറ്റ് സിറ്റി ആയിട്ടുള്ള നവി മുംബൈയും രണ്ടും ഇപ്പം ഒരേ രീതിയിൽ വികസിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുംബൈ സിറ്റിയുടെയും അതുപോലെ അതിൻ്റെ സാറ്റലൈറ്റ് സിറ്റി ആയിട്ടുള്ള നവി മുംബൈ സിറ്റി, ഈ രണ്ട് സിറ്റികളുടെയും കൂടെ ഇടയ്ക്ക് ഒരു കടലെടുക്കുണ്ട്. ആ കടലെടുക്കാണ് താനെ കടലെടുക്ക്. അതായത് നമ്മുടെ ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ വരുന്ന പ്രദേശങ്ങളാണ് ഈ റായ്ഗഡ് ജില്ലയും അതേപോലെ താനെ ജില്ലയുമല്ല. ഈ താനെ ജില്ലയിലാണ് നവി മുംബൈ സിറ്റി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മുടെ മെയിൻ മുംബൈ സിറ്റി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു പെനിൻസുല പോലെയാണ്. അതായത് 3 സൈഡിലും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഈ മെയിൻ മുംബൈ സിറ്റി. അപ്പോൾ ഈ മെയിൻ മുംബൈ സിറ്റിയെയും അതേപോലെ ഈ റായ്ഗഡ് ജില്ല അല്ലെങ്കിൽ നമ്മുടെ മെയിൻലാൻഡ് ഇന്ത്യ, അതുമല്ലെങ്കിൽ നമ്മുടെ നവി മുംബൈ സിറ്റി, ഇതിൻ്റെയും കൂടെ ഇടയ്ക്കൊരു കടലെടുക്ക്. ഈ കടലെടുക്കാണ് താനെ കടലെടുക്ക് അല്ലെങ്കിൽ താനെ ക്രീക്ക് എന്നറിയപ്പെടുന്ന കടലിൻ്റെ ഒരു ഭാഗം. അതായത് മെയിൻ മുംബൈ സിറ്റിയെയും നമ്മുടെ മെയിൻലാൻഡ് ഇന്ത്യയും തമ്മിൽ വേർതിരിക്കുന്ന ഈ ഒരു കടലെടുക്കാണ്. ഈ ഒരു കടലെടുക്കിന് നിലവിൽ 2 കടൽപ്പാലങ്ങൾ ഓൾറെഡി ഉണ്ട്. ഒന്ന് വാഷി ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഈ നവി മുംബൈയുടെ അടുത്തുള്ള വാഷി എന്ന സ്ഥലത്തു നിന്നും ഈ മുംബൈ സിറ്റിയിലേക്കുള്ളൊരു കടൽപ്പാലം. പിന്നെ വേറൊന്ന് ഈ നമ്മുടെ താനെ ജില്ലയിൽ തന്നെയുള്ള മറ്റൊരു കടൽപ്പാലം. ഇങ്ങനെ 2 കടൽപ്പാലങ്ങൾ നിലവിലുണ്ട്. എങ്കിലും ഈ മുംബൈ സിറ്റി ഇത്രമാത്രം വികസിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മുംബൈയിലെ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് 3ാമതൊരു കടൽപ്പാലം വേണം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും മെയിൻ മുംബൈ സിറ്റിയുടെ സദേൺ ഭാഗമായിട്ടുള്ള ഷിവറിയിൽ നിന്നും ഈ താനെ ജില്ലയുടെ ഭാഗമായിട്ടുള്ള നവി മുംബൈ സിറ്റി, ഈ നവി മുംബൈ സിറ്റിയിലെ നവാഷേവ എന്ന സ്ഥലത്തേക്ക് ഒരു പുതിയൊരു കടൽപ്പാലം നിർമ്മിക്കാനുള്ള പദ്ധതി ഇടുകയും ആ പദ്ധതി പൂർത്തിയാക്കുകയും ചെയ്യുകയായിരുന്നു. ഈ പദ്ധതിയാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു. ഈ മെയിൻ മുംബൈ സിറ്റിയുടെ ദക്ഷിണ ഭാഗമായിട്ടുള്ള ഷിവറിയിൽ നിന്നും നമ്മുടെ നവി മുംബൈ സിറ്റിയുടെ ഭാഗമായിട്ടുള്ള നവാഷേവയിലേക്ക് പണി കഴിപ്പിച്ചിട്ടുള്ള ഈ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ കടൽപ്പാലം, ഈ കടൽപ്പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 21.8 കിലോമീറ്ററാണ്.
21.8 കിലോമീറ്റർ നീളത്തിലാണ് ഈ കടൽപ്പാലം പണിയെടുത്തിരിക്കുന്നത്. അതിമനോഹരമായൊരു നിർമ്മിതിയാണിത്. 6 വരിയാണ് ഈ പാലത്തിൻ്റെ വീതി എന്ന് പറയുന്നത്. അതായത് 27 മീറ്റർ വീതിയാണ്. അതായത് ഈ ഒരു പാലം നവി മുംബൈയിലേക്ക് എത്തുന്നതോടുകൂടി അത് മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് വേർതിരിച്ചു വിടുന്നു ഒരു ഭാഗം. അതിൻ്റെ മറ്റൊരു ലിങ്ക് എന്ന് പറയുന്നത് വെസ്റ്റേൺ കോസ്റ്റൽ റോഡിലേക്ക് വേർതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. 2018 പണി തുടങ്ങിയ ഈ പദ്ധതി പൂർത്തിയാകുന്നത് 2024 ജാനുവരി മാസത്തിലാണ്. 2024 ജാനുവരി മാസത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ജനങ്ങൾക്കായി ഈ പാലം തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം മെയിൻ മുംബൈ സിറ്റിയെയും നവി മുംബൈ സിറ്റിയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു കടൽപ്പാലം വന്നതോടുകൂടി മുംബൈയുടെ ഗതാഗതക്കുരുക്കിന് വലിയൊരു പരിഹാരമാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ മെയിൻ മുംബൈ സിറ്റിയിൽ നിന്നും നവി മുംബൈ സിറ്റിയിലേക്കുള്ള യാത്രാ സമയം 2 മണിക്കൂർ കുറയ്ക്കാനും ഈ ഒരു പുതിയ കടൽപ്പാലത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണിത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 12ാമത്തെ കടൽപ്പാലമാണിത്. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയുടെയും അതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെയും വികസനത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ് ഈ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന ഈ കടൽപ്പാലം. ഈ ഒരു മഹത്തായ പദ്ധതി എല്ലാ അർത്ഥത്തിലും നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഈ ഒരു പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേടുകയാണ്. അപ്പം മറ്റൊരു പദ്ധതിയുടെ ഇൻഫർമേഷൻസിനായി മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും.